ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ മാറ്റാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടക്കുന്നതിനാൽ നേരത്തെ മാറ്റരുത് എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. കളക്ടറെ മാറ്റുമ്പോൾ മൂന്നാറിൽ പകരം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ബിനിലാണ് ചേരുന്നത്. ബിനിൽ, ഈ മൂന്നാറിലെ പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ടും കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടും ആശാവഹമായ ചില ഇടപെടലുകൾ സമീപ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇന്നത്തെ നിർദ്ദേശം ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? രതീഷ്, ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെ നേരത്തെ സർക്കാർ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചതാണ് തെരഞ്ഞെടുപ്പിന് മുൻപ്. അതോടൊപ്പം തന്നെ അവർക്ക് ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും നേരത്തെ വന്നിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇടപെട്ട് അതിൽ നിന്നെല്ലാം ഒഴിവാക്കി അവരെ അവിടെ നിലനിർത്തുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച ഘട്ടത്തിൽ സർക്കാർ വീണ്ടും ഹൈക്കോടതിയിലെത്തി കളക്ടറെ മാറ്റാനുള്ള ഒരു അനുമതി തേടുകയായിരുന്നു. 3 വർഷം പൂർത്തീകരിച്ചതുകൊണ്ട് ഷീബ ജോർജിനെ മാറ്റണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അത് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഷീബ ജോർജ് അവിടെ നിന്ന് പോകുമ്പോൾ പകരം മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ, പട്ടയ വിതരണം, അക്കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതി കൃത്യമായി സർക്കാരിന് നിർദ്ദേശം നൽകുകയാണ്. അതിന്റെ ഭാഗമായാണ് മൂന്നാറിലേക്കൊരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ റാങ്കിൽ കുറയാത്ത ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അത് നിയമിച്ചതോടുകൂടി മാത്രമേ കളക്ടറുടെ മാറ്റം സാധ്യമാകുകയുള്ളൂ. 2 തരത്തിൽ ഈ തീരുമാനം ഇതിൽ നിർണായകമാണ്. കാരണം കയ്യേറ്റം ഒഴിപ്പിക്കൽ കാര്യം, ഭൂപ്രശ്നം, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഹൈക്കോടതി ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു.